കുറച്ചധികം പിറ്റ്ഫോൾസ് കണ്ടിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നതെന്ന് എനിക്ക് വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ റിയലൈസേഷൻ ഉണ്ടല്ലോ, നമ്മളൊരു സ്റ്റേജിൽ നമ്മൾ കയറിയില്ല എന്നുള്ളത്. മെന്റലി വളരെ ലോ മൊമെന്റിൽ പോയിട്ടുണ്ട്. Hello everyone, welcome to Toppers Talk at Fortune Ice Academy. ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് ഈ കൊല്ലം 234 റാങ്ക് നേടിയ അഭിജിത്ത് അശോകനാണ്. കൊല്ലത്തു നിന്നുള്ള അഭിജിത്തിനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് അഭിജിത്ത്. ഹലോ സർ. അഭിജിത്ത്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എവിടുന്നാണ് വരുന്നത്, ഫാമിലിയെക്കുറിച്ച്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അതൊന്ന് പറയാമോ? സർ, ഞാൻ പേര് നിങ്ങൾ പറയാം. അഭിജിത്ത് അശോകൻ എന്നാണ്. എൻ്റെ നാട് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന സ്ഥലമാണ്. എൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം വരെ അഞ്ചൽ തന്നെ സെൻറ്റ് ജോൺ സ്കൂള്. അതിനുശേഷം എൻ്റെ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ആയിരുന്നു ക്ലൈമറ്റോളജിയിൽ. അത് കേരള കാർഷിക സർവകലാശാലയുണ്ട് വെള്ളാനിക്കര തൃശ്ശൂർ, അവിടെ നിന്നായിരുന്നു. അവിടെ ഞാൻ പഠിച്ചതിന് ശേഷം ആ കോളേജിൽ തന്നെ 3 വർഷം അധ്യാപകനായിട്ട് പ്രവർത്തിച്ചിരുന്നു. വീട്ടിലായിരിക്കുന്നുണ്ട്? സാർ, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ ചേട്ടനാണുള്ളത്. അച്ഛൻ നേരത്തെ കുറച്ച് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ കൃഷി ആണ് ചെയ്യുന്നത്. അമ്മ ഹൗസ് വൈഫാണ്. ചേട്ടൻ ഒരു സിവിൽ സർവൻ്റ് ആണ്. അപ്പോൾ ചേട്ടൻ സിവിൽ സർവൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചേട്ടൻ സിവിൽ സർവൻ്റ് ആയത് ഏതെങ്കിലും രീതിയിൽ അഭിജിത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, ഈ പ്രിപ്പറേഷൻ എസ്പെഷ്യലി? സാർ, ചേട്ടൻ സിവിൽ സർവൻ്റ് ആയത് കുറച്ച് അധികം നാൾ മുന്നെയാണ്. 2017 ബാച്ച് IPS ഓഫീസറാണ് അദ്ദേഹം. അപ്പോൾ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം സൊസൈറ്റിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഫസ്റ്റ് ഹാൻഡ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പത്രത്തിൽ വായിക്കുന്നതല്ലാതെ അതിൻ്റെ പിന്നിൽ എത്രമാത്രം എഫേർട്ട് വരുന്നു എന്നുള്ളത് ഞാൻ കണ്ടു. സോ അത് ഭയങ്കരമായിട്ട് എന്നെ പേഴ്സണലി ഇൻസ്പയർ ചെയ്തു ഈ ജേർണിയിൽ. അതുകൂടാണ്ട് ചേട്ടൻ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്തതുകൊണ്ട് ഈ ജേർണിയിൽ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ്, പിറ്റ്ഫോൾസ്, എങ്ങനെ നമുക്ക് പ്രിപ്പറേഷൻ ബെറ്റർ ആക്കാം, ബീറ്റ് പ്രിലിംസ്, മെയിൻസ് ഓർ ഇൻ്റർവ്യൂ, അതിനെല്ലാം എനിക്ക് നല്ല അഡ്വൈസ് തന്നിട്ടുണ്ട് ബ്രദർ. ചേട്ടൻ IPS കിട്ടിക്കഴിഞ്ഞപ്പോൾ അനിയനും അങ്ങനെ ആവണം, അങ്ങനെ ഒരു പ്രഷർ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു പ്രഷർ എനിക്ക് പേഴ്സണലി അതൊട്ടും ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ എൻ്റെ ചേട്ടൻ്റെ സെലക്ഷനിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കൂടാണ്ട് നാട്ടുകാർ പലരും പറയുന്നുണ്ടായിരുന്നു ഞാനും സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ എനിക്ക് ആഗ്രഹം വളരെ പതുക്കെ വീണ്ടും ഒരു 3-4 വർഷത്തിന് ശേഷമാണ് വന്നത്. സോ അങ്ങനെ ഒരു പ്രഷർ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഞാനും എൻ്റെ ചേട്ടനുമായിട്ട് ഞാൻ ഒരു രീതിയിലും പേഴ്സണലി ഞാൻ കമ്പയർ ചെയ്യാറില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഫൈനലി സിവിൽ സർവീസ് എന്നൊരാഗ്രഹം വന്നത്? സർ, ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത്, കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചധികം നാഷണൽ പാർക്സിലൊക്കെ എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റി. അത് എൻ്റെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടും അല്ലാണ്ട് പേഴ്സണലി ഞാൻ ട്രാവൽ ചെയ്തപ്പോഴും എല്ലാം. അന്ന് ഞാൻ കുറച്ച് അന്ന് ഫോറസ്റ്റ് സർവീസിലുള്ള സിവിൽ സർവൻസിനെ കണ്ടു. അതൊരു ഓൾ ഇന്ത്യ സർവീസാണ്. അവർ ചെയ്യുന്ന എക്സാംപ്ലറി വർക്ക് കണ്ട് ഞാൻ നല്ല ഇൻസ്പയർഡായി. അപ്പോൾ എനിക്കും ആ ഒരു പാത്തിലോട്ട് പോയാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഫോറസ്റ്റ് സർവീസ് എന്ന ആഗ്രഹത്തോടെയാണ് ഈ ഒരു ജേർണിയിൽ ഞാൻ വരുന്നത്. ഫോറസ്റ്റ് സർവീസ് എന്ന് പറയുമ്പോൾ അഭിജിത്ത് പഠിച്ച ടോപ്പിക്സുമായിട്ട് കുറെ കൂടെ ഓവർലാപ്പ് ഉണ്ടല്ലേ? അതെ സാർ, വളരെയധികം. കാരണം ഞാൻ പഠിച്ചത് കാർഷിക സർവകലാശാലയിലാണ്. അതുകൂടാണ്ട് എനിക്ക് എൻവയോൺമെന്റിനോട് ഭയങ്കര താല്പര്യം ഉള്ള ഒരാളാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആവണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ്. സോ അതുകൊണ്ടാണ് ഫോറസ്റ്റ് സർവീസിലേക്ക് തോന്നുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് ലിറ്ററിങ്ങിന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഒരു ടോഫിയുടെ തൊലി പോലും ഞാൻ പുറത്ത് കളയാറില്ല. മാക്സിമം വാട്ടർ ബോട്ടിൽ സ്വന്തമായിട്ട് കയ്യിൽ വെക്കുക, പ്ലാസ്റ്റിക്കിൻ്റെ കൺസപ്ഷൻ കുറയ്ക്കുക. അങ്ങനെ വളരെ എൻവയോൺമെന്റലി കൺസേൺഡ് ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആണ്. നമ്മുടെ ഈ കോഴ്സ് ഉണ്ടല്ലോ, അഭിജിത്ത് പഠിച്ച കോഴ്സ് മാസ്റ്റേഴ്സ് ഇൻ ക്ലൈമറ്റോളജി അല്ലേ? ഇൻ്റഗ്രേറ്റഡ് കോഴ്സായിരുന്നു. ഇൻ്റഗ്രേറ്റഡ് കോഴ്സായിരുന്നു 5 വർഷത്തത്. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എന്തൊക്കെയാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്? കാരണം ഞാൻ അത് പഠിച്ച അധികം ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടില്ല. സർ, ഇപ്പം ആ കോഴ്സിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റി. അതൊരു ഓണേഴ്സ് ഡിഗ്രി ആക്കി മാറ്റിയിട്ടുണ്ട് 4 വർഷത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസിൽ. പക്ഷേ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേൾഡിൽ ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ചലഞ്ചായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള സ്പെഷ്യലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡിഗ്രിയുടെ ഉദ്ദേശം. ഇത് ബോത്ത് ഇൻഡസ്ട്രിയിലേറ്റും അക്കാഡമിയിലോട്ടും ഇതിൻ്റെ ഔട്ട്പുട്ട് പോകുന്നുണ്ട്. അതായത് അക്കാഡമിയിലാണെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്.
ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇപ്പം ഗ്രീൻ ഹൗസ് ഗ്യാസ് അക്കൗണ്ടിങ്, കൺസൾട്ടൻസീസ്, പല പല കമ്പനികളുടെ CSR വർക്കുകൾ, അങ്ങനെ ഇതിനൊത്തിരി മേഖലകളിലേക്ക് പടർന്ന് കിടക്കുന്നുണ്ട് സർ. ആൻഡ് ഫൈനലി സിവിൽ സർവീസിലേക്ക് ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ട് കയറുമ്പോഴും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു അല്ലേ? അതെ സർ. കാരണം ഈ എൻവയോൺമെന്റലി കൺസേൺഡ് ആയിട്ടുള്ള ഒരാൾക്ക്, പ്രത്യേകിച്ച് ഒരു സിവിൽ സർവൻറ്റിന്, അത് ഏത് സിവിൽ സർവീസും ആയിക്കോട്ടെ, IAS ആണെങ്കിലും ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണെങ്കിലും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പം IFS ആണെങ്കിൽ ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ് നമ്മുടെ ഇന്റർനാഷണൽ ഡിപ്ലോമസിയിലെ ഒരു മേജർ എലമെന്റ് ഇപ്പോൾ. നമ്മളിപ്പോൾ IFSനെ കുറിച്ച് സംസാരിച്ചല്ലോ. അഭിജിത്തിൻ്റെ ഫസ്റ്റ് ചോയ്സും IFS ആയിരുന്നു, റൈറ്റ്? എന്താണ് IFS ചൂസ് ചെയ്യാൻ കാര്യം ഓവർ IPS ഓർ IAS? സർ, IFS ഇപ്രാവശ്യമാണ് ഞാൻ ആദ്യം പ്രിഫറൻസ് കൊടുത്തത്. ഇതിനു മുന്നേ ഞാൻ IAS തന്നെയായിരുന്നു ആദ്യം വെച്ചത്. അതിന് കാരണം എല്ലാ സർവീസുകളും ഒരുപോലെ നല്ലത് തന്നെയാണ്. പക്ഷേ IFSനോട് എനിക്കിപ്പം പ്രത്യേക ഇഷ്ടം തോന്നാൻ കാരണം IFSന്റെ ഡൊമൈൻ കുറച്ചും കൂടെ ഗ്ലോബലാണ്. അതായത് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമുക്ക് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പൊസിഷൻ IFSലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഈ സിവിൽ സർവീസിന് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കുന്നത്. അതിന് മുന്നേ ഞാൻ അതിനെപ്പറ്റി വായിക്കാറോ കൺസേൺഡോ ആയിരുന്നില്ല. സോ വളരെ ജിയോ പൊളിറ്റിക്കലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സമയത്തൂടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിലും ഇവിടെ പോളിസി ഉണ്ടാക്കുന്നതാണെങ്കിലും അതൊരു വളരെ ചലഞ്ചിങ്ങും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സോ അതുകൊണ്ട് സാർ ഞാൻ IFS കൊടുത്തത്. നമുക്കിനി അഭിജിത്തിൻ്റെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ജേർണിയിലേക്ക് വരാം അല്ലേ? 6 നീണ്ട കൊല്ലം, അതെ സർ. 5 മെയിൻസ്, 2 ഇൻ്റർവ്യൂ. അതെ. അപ്പോൾ ഇറ്റ്സ് ബീൻ എ ലോങ് ജേർണി. യെസ്. ആൻഡ് അതിൽ ഒത്തിരി ഹൈസും ഒത്തിരി ലോസും ഉണ്ടായി കാണും അല്ലേ? അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഓർത്തെടുക്കുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും ഒരു മോസ്റ്റ് മെമ്മറബിൾ ഒരു ഹൈ മൊമെൻറ്റ്, ആൻഡ് എന്തായിരുന്നു ലോ മൊമെൻറ്റ്സ്? സർ, ഇഷ്ടംപോലെ ഹൈ മൊമെൻറ്റ്സ് ഈ എൻ്റെ ജേർണിയിലുണ്ടായിരുന്നു. ഏറ്റവും വലിയ ഹൈ മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PDF വരുമല്ലോ ഓരോ പ്രിലിംസിന് ശേഷവും മെയിൻസിന് ശേഷവും. PDF നോക്കി അതിൽ പേര് കാണുമ്പോൾ ഉള്ള സന്തോഷം, അത് വളരെ വലിയ സന്തോഷമാണ്. അതാണ് ഏറ്റവും വലിയ ഹൈ മൊമെൻറ്റ്സ് ഉള്ളത്. പക്ഷെ അത് കൂടാണ്ട് ഈ ജേർണിയിൽ തന്നെ ഞാൻ ഓരോ കാര്യങ്ങളും പുതുതായിട്ട് പഠിക്കുമ്പോൾ, ഞാൻ സോഷ്യലി അവെയർ ആയിട്ടുള്ളൊരു സിറ്റിസൺ ആയിരുന്നില്ല ഈ ജേർണി തുടങ്ങുന്നതിന് മുന്നേ. അതിനുശേഷം നമ്മൾ സ്കൂളിൽ സിവിക്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുപോയിട്ടേ ഉള്ളൂ, അതിനെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നും വളരെ അവെയർ ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആക്കിയത് ഈ ഒരു ജേർണി തന്നെയാണ്. സോ ഇതൊരു ലൈക്ക് അതും കുറച്ച് ഹൈസ് തന്നിട്ടുണ്ട് സർ. ലോ മൊമെന്റ്സ് നേരെ തിരിച്ച് ഓപ്പോസിറ്റ്. അതായത് ഈ PDF പേര് നോക്കുമ്പോൾ റിസൾട്ട് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കില്ല. അത് കണ്ടു കഴിഞ്ഞിട്ട് അത് നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ വീണ്ടും വീണ്ടും സെർച്ച് ചെയ്ത് നോക്കും. എന്നിട്ട് അതിനുശേഷം ഉറങ്ങി അടുത്ത ദിവസം രാവിലെ എണീക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ റിയലൈസേഷൻ ഉണ്ടല്ലോ, നമ്മളൊരു സ്റ്റേജിൽ നമ്മൾ കയറിയില്ല എന്നുള്ളത്. നമ്മുടെ ഒരു വർഷം നമ്മൾ ഇതിനകത്ത് നമ്മുടെ കറൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷങ്ങളാണ്, നമ്മുടെ സമയമാണ്. സോ അത് വളരെ ലോ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ ഒരു മെൻ്റൽ പ്രഷർ, റൈറ്റ്, നമുക്ക് 6 തവണ 5 തവണ കിട്ടാത്തത്, റൈറ്റ്, അതെങ്ങനെയാണ് ഓവർകം ചെയ്തേ? നമുക്ക് ഓരോ പ്രാവശ്യവും നമുക്ക് തിരിച്ചു വരണം, റീസ്റ്റാർട്ട് ചെയ്യണം, റൈറ്റ്. അപ്പോൾ അതിനുള്ളൊരു മെൻ്റൽ എനർജി എവിടെ നിന്ന് കിട്ടിയത്? സർ, മെൻ്റൽ എനർജി ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഫിസിക്കൽ എനർജി എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് മെൻ്റലി വളരെ ലോ മൊമെൻറ്റിൽ പോയിട്ടുണ്ട്. ഇതെന്തിനാ ഇത് ചെയ്യുന്നതെന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നമുക്ക് വേണ്ടത് ഫിസിക്കൽ സപ്പോർട്ടാണ്. ആ ഫിസിക്കൽ സപ്പോർട്ട് ഫാമിലിയും തരാം. എൻ്റെ അച്ഛനമ്മ അവർ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ ചേട്ടൻ വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. ലൈക്ക് എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് കുറച്ചെടുക്കാനേ പറ്റുള്ളൂ. ഞാൻ ലൈക്ക് ഒരു ഫുൾ ടൈം ജോബിൽ കയറാത്തതുകൊണ്ട് ഞാൻ ഫ്രീലാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു സപ്പോർട്ട് എൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൂടാണ്ട് എനിക്കറിയാം ഞാൻ ഈ ഒരു ചോയ്സ് എടുത്തേക്കുന്നത്, ഞാൻ നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്ക് വൃത്തിക്കറിയാം. എനിക്ക് പുറത്തു പോയി എപ്പോൾ വേണമെങ്കിലും എനിക്കൊരു ജോലി ചെയ്ത് തുടങ്ങാം, ഒരു ഫുൾ ടൈം ജോലി, ഫ്രീലാൻസ് അല്ലാതെ. സോ ഈ ഒരു ചോയ്സ് എൻ്റെത് മാത്രമാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്തി പോവാം, ഞാൻ എവിടെയും പെട്ട് നിന്നിട്ടില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതാണ് എന്നെ മെൻ്റലി സസ്റ്റെയിൻ ചെയ്യിപ്പിച്ചത്. അപ്പം ഒരു ഫ്രീലാൻസ് ജോലി ചെയ്യാൻ, കാരണം ഒത്തിരി പേര് ഫുൾ ടൈം ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു ഫ്രീലാൻസ് ജോലി ചെയ്യണം എന്ന് തോന്നാൻ റീസൺ എന്താ? സർ, ഫ്രീലാൻസ് ചെയ്യാൻ കാരണം ഫസ്റ്റ് ഓഫ് ഓൾ മണി. ലൈക്ക് നമുക്കെങ്കിലും ബാക്കി ഫാമിലിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെറിയൊരു എമൗണ്ട് കിട്ടുന്നത് വലിയ കാര്യമാണ്. അതിപ്പം കാരണം സിവിൽ സർവീസിൻ്റെ ജേർണി തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം നമുക്ക് ഇതിൽ കോഴ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യണം, നമുക്ക് പല ആവശ്യങ്ങളുണ്ട്. നമുക്ക് ടെസ്റ്റ് സീരീസ് എടുക്കണം,
നമ്മുടെ സപ്ലൈസ്, ബുക്ക് സപ്ലൈസ് വാങ്ങണം. സോ ആ എക്സ്പെൻസസ് കവർ ചെയ്യാൻ വേണ്ടി ഫ്രീലാൻസ് ജോബ്സ് ഹെൽപ്പ് ചെയ്യും സർ. അഭിജിത്ത് ഇപ്പോൾ 5 പ്രാവശ്യം UPSC പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത ഒരാളാണ്. അപ്പോൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് അതെന്തായിരിക്കും പറയുക? സർ, പ്രിലിംസ് ഒരു ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള പാർട്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് ലക്കിൻ്റെ ഫാക്ടർ ഉണ്ട്. ഇവിടെയാണ് ചാൻസസ് ഓഫ് ഫെയിലിയർ കൂടുതൽ. ഈ 3 സ്റ്റേജുകളിലും ഏറ്റവും ഡിഫിക്കൽട്ട് പ്രിലിംസ് തന്നെയാണ്. കാരണം ആ ദിവസം വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. പാറ്റേൺ മാറുന്നു എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ 3 വർഷങ്ങളിലൊക്കെ വളരെയധികം പാറ്റേൺ മാറിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചലഞ്ചിനെ നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റെസിലിയൻസ് കൂട്ടുക. അതായത് എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നോളജ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നമ്മുടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണം. പക്ഷേ ആ പഠിക്കുന്നത് നമ്മൾ ലിമിറ്റ് ചെയ്യണം. സിവിൽ സർവീസിൻ്റെ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ബൗണ്ടറി വെച്ച് വേണം പഠിക്കാൻ. ലോകത്തിന് കീഴിലുള്ള എല്ലാം പഠിക്കുന്നതല്ല ഇതിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിന് നമ്മളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ടെസ്റ്റ് സീരീസ് ചെയ്യുക. അതായത് ഞാൻ പേഴ്സണലി ചേരുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രിലിംസിൻ്റെ തൊട്ട് മുന്നേയുള്ള 30 ദിവസങ്ങളിൽ ഓരോ ദിവസവും ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ് ഞാൻ ചെയ്യുമായിരുന്നു. ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ദിവസം എനിക്കൊരു 70 മാർക്കായിരിക്കും കിട്ടിയത്. അപ്പം ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആവും. പക്ഷേ എന്നാൽ പോലും അടുത്ത ദിവസം ഞാൻ വീണ്ടും എഴുതും. സോ അവസാനം വരുമ്പോഴത്തേനും ലൈക്ക് ഒരു ലാസ്റ്റ് 10 days ആകുമ്പോഴത്തേനും നമ്മുടെ നോളജ് ഇതിൻ്റെ കൂടെ കൂടുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു നാക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ എത്ര ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് അത് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഇത് ടെസ്റ്റ് ചെയ്യുന്നത് 9 മണിക്കായിരിക്കുമല്ലോ നമ്മുടെ എക്സാം. അതേ സമയത്ത് തന്നെ ആയിരിക്കും ഞാൻ എല്ലാ ദിവസവും തലേ ദിവസമുള്ള 30 ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നത്. അതായത് എക്സാം ഡേയിൽ ഡേയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ 30 ദിവസം ഞാൻ ചെയ്ത അതേ സാധനം തന്നെ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് എക്സ്റ്റേണാലിറ്റീസ് കുറയ്ക്കും. അതുകൂടാണ്ട് എൻ്റെ മേജർ പാർട്ടെന്ന് പറഞ്ഞാൽ എക്സാം ചെയ്യുന്നത് മാത്രമല്ല, ഈ ഓരോ എക്സാം ചെയ്തതിന് ശേഷവും അതിൻ്റെ അനാലിസിസ് ആണ്. ഞാൻ ചിലപ്പോൾ എക്സാം ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കും. പക്ഷേ എൻ്റെ അനാലിസിസ് ചിലപ്പോൾ 2-3 മണിക്കൂർ പോകും. ഇതിൽ ഓരോ ക്വസ്റ്റ്യനും ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. ഞാനൊരു പ്രത്യേക ഒരു വെള്ള ഷീറ്റ് കാണും. അതിനകത്ത് ഞാൻ കോളംസ് ഉണ്ടാക്കിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടാവും. ഓരോ ക്വസ്റ്റ്യന് നേരെ റിമാർക്ക് എഴുതും. ഞാൻ ഏകദേശം 5 റൗണ്ടാണ് ഞാനൊരു പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കയറി ഇറങ്ങുക. ആദ്യത്തെ റൗണ്ടിൽ നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് 20 ഉത്തരങ്ങൾ മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. പക്ഷേ ആ സമയത്തും പ്രഷർ ഹാൻഡിൽ ചെയ്ത് വീണ്ടും 2ാമത്തെ റൗണ്ട് വരുമ്പോൾ എന്തായാലും എനിക്ക് ഉത്തരങ്ങൾ കിട്ടിയിരിക്കും. എനിക്ക് ഉറപ്പാണ്. അത് 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും തവണ നമ്മൾ വീണ്ടും കയറി ഇറങ്ങുമ്പോൾ വേറൊരു ചോദ്യം, അതായത് ചോദ്യത്തിൻ്റെ പല ലെയറുകൾ തുറന്നു വരുന്ന പോലെ എനിക്ക് തോന്നും. സോ ഈ മൾട്ടിപ്പിൾ റിവിഷൻ ഓൺ ദ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് അതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് അത് ചെയ്യുമ്പോൾ മെയിൻസ് ഒത്തിരി മാത്രം ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രിലിംസ്. ഓക്കെ. അപ്പോൾ ഈ ഇൻട്രോസ്പെക്ഷനെ കുറിച്ച് പറഞ്ഞു, അതായത് അനാലിസിസിനെ കുറിച്ച് പറഞ്ഞു. എക്സാക്ട്ലി ഇപ്പം 100 ക്വസ്റ്റ്യൻ എടുത്തു, ഒരു 30 എണ്ണം തെറ്റിയെന്ന് വിചാരിച്ചു. ആ 30 എണ്ണം തെറ്റിയതാണോ അനലൈസ് ചെയ്യുന്നത്, അതോ ശരിയായത് നോക്കുമോ? അതിൻ്റെ 30 തെറ്റിയത് എങ്ങനെ ആക്ച്വലി അനലൈസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ഓടിയാം. സർ, 30 എണ്ണം തെറ്റിയല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മൾ എന്തായാലും നോക്കിയിരിക്കണം. ദേ ഡിമാൻഡ് മോർ സ്റ്റഡി അല്ലേ? ആ ഒരു നോളജ് കുറവാണ് അത് കാണിക്കുന്നത്. സോ അത് ഓഫ്കോഴ്സ് പഠിക്കണം. എന്നും പറഞ്ഞാൽ 70 എണ്ണം ശരിയായത് നോക്കാതിരിക്കരുത്. അതിൽ ചിലപ്പോൾ നമുക്ക് ലക്ക് കാരണമായിരിക്കും അത് കറക്റ്റ് ആയത്. ബാക്കി അതിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഓരോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 4 ഫാക്ട് പോയിന്റ്സ് ആണ്. കാരണം അതിന് 4 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ PYQ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പഴയൊരു ക്വസ്റ്റ്യൻ്റെ 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും അടുത്ത വർഷം ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. സോ ഓരോ ഓപ്ഷനും അതിലെന്താണ് എനിക്ക് അറിയാതെ പോയത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് കറക്റ്റ് ആയത്, എൻ്റെ ലോജിക്ക് ഏതാണ് ഞാൻ ഉപയോഗിച്ചത് ഓരോ ചോദ്യത്തിലും. സോ നോളജിനെയും കാട്ടിയും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന ലോജിക്കിലുള്ള തെറ്റ്, അതാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത് ഈ ഒരു വാല്യുവേഷനിലൂടെ. ആൻഡ് CSAT കംഫർട്ടബിൾ ആയിരുന്നു? സോ CSAT ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറില്ല. എൻ്റെ CSAT സ്ട്രാറ്റജി ഞാൻ ആർക്കും അഡ്വൈസ് ചെയ്യത്തുമില്ല. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 10 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിലും പ്രത്യേകിച്ച് മാത്സ് ഞാൻ എടുത്ത് ചെയ്യും. അത് ചെയ്യുമ്പോഴത്തേനും ബേസിക്കലി ന്യൂമറിക്കൽസ് മാറി വരുന്നതായിട്ടാണ് എൻ്റെ വിശ്വാസം. എനിക്ക് കണക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. സോ എൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു എക്സാമിൽ ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ കണക്ക് ചെയ്യും. അതിലെനിക്കൊരു ചിലപ്പോൾ ഒരു
12-15 ക്വസ്റ്റ്യൻ ആയിരിക്കും കിട്ടുക. പക്ഷെ അത് ഷുവർ ആയിരിക്കും, എൻറ്റയർലി ഷുവർ ആയിരിക്കും. അത് മാത്രമേ ഞാൻ മാർക്ക് ചെയ്യുള്ളൂ. അതിനുശേഷമുള്ള ഒരു 45 മിനിറ്റ്സിൽ ഞാൻ എൻറ്റയർ ഇംഗ്ലീഷ് ഞാൻ തീർക്കും. കോംപ്രിഹെൻഷനിൽ എൻ്റെ സക്സസ് വളരെ വലുതാണ്. ലൈക്ക് എറർ പെർസെൻറ്റേജ് വളരെ കുറവാണ്. എനിക്കൊരു 2-3 ക്വസ്റ്റ്യൻസ് തെറ്റുള്ളൂ. സോ അതെന്തായാലും ഞാൻ അറ്റംപ്റ്റ് ചെയ്തിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു 45 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഹോൾ 80 ക്വസ്റ്റ്യൻസിൽ അറ്റംപ്റ്റ് ചെയ്യുക. പക്ഷെ സ്റ്റിൽ ലൈക്ക് ഫെയർലി പാസ്സാവാൻ അത് സഹായിക്കും. നമുക്കിനി മെയിൻ സ്റ്റേജിലോട്ട് വരുമ്പോൾ റൈറ്റ് 5 എഴുതിയതിൽ 2 പ്രാവശ്യമാണ് പാസ്സായത് റൈറ്റ്. ആൻഡ് ഈ പാസ്സായ കൊല്ലം എന്താണ് ഒരു ചേഞ്ച് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു ട്രാൻസ്ഫോർമേഷൻ? സർ, ഈ കൊല്ലം വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ മെൻറ്റർഷിപ്പ് എടുത്തു എന്നുള്ളതാണ് ഏറ്റവും മേജർ ചേഞ്ച്. ഞാൻ നിതിൻ സാറിൻ്റെ കീഴിൽ മെൻറ്റർഷിപ്പിന് വന്നു. അപ്പോൾ ഇതിനു മുന്നേ എനിക്ക് നോളജ് ഇല്ലാതെ ഇല്ല, ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് എനിക്ക് എഴുതേണ്ടതെന്നുള്ളത്, വൃത്തിക്ക് എഴുതേണ്ടതെന്ന് അറിയില്ല. ചിലപ്പം പാരഗ്രാഫിൽ എഴുതും ഞാൻ, ഓരോ ഹെഡിങ് ചിലപ്പം ബോക്സ് ചെയ്യില്ല. അങ്ങനെ വളരെ അധികം തെറ്റുകൾ എൻ്റെ പേപ്പർ പ്രസൻറ്റേഷനിൽ ഉണ്ടായിരുന്നു. വലിച്ചു വാരി എഴുതുമെന്ന് വേണമെങ്കിൽ എക്സാക്ട്ലി പറയാം. അപ്പോൾ ഇവിടെ വന്ന് എനിക്ക് നേരിട്ട് നിതിൻ സാറുമായിട്ട് കണ്ട് സാർ എന്തൊക്കെ കറക്ഷൻ വരുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 8-9 ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അതൊരു ജേർണി ആയിരുന്നു. ഓരോ ടെസ്റ്റിലും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വെച്ച് വന്ന് അത് ബെറ്ററായി വന്നു. പിന്നെ നോളജും ഇതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ മേജറായിട്ടും ആ ഒരു ടെക്നിക്കൽ ആൻസർ റൈറ്റിങ്ങിലെ വൃത്തിയുടെ കാര്യത്തിൽ, വൃത്തി ഇൻ ദ സെൻസ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനർക്ക് എത്രമാത്രം ആ ഒരു ആൻസർ വായിക്കാൻ എളുപ്പമാക്കുക ഉള്ളതായിരിക്കണം ആസ് എ കാൻഡിഡേറ്റ് നമ്മുടെ ഉദ്ദേശം. നമ്മളത് വൃത്തിക്ക് എഴുതുക, വൃത്തി ബോക്സ് ചെയ്യുക, ഡിമാൻഡിന് ആൻസർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു ബേസിക്കലി ഇപ്രാവശ്യം. നമ്മളിപ്പോൾ മെയിൻസിനെ കുറിച്ച് സംസാരിച്ചു. അതിലൊരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് ഓപ്ഷണൽ സബ്ജക്റ്റ്. ഏതായിരുന്നു ഓപ്ഷണൽ സബ്ജക്റ്റ്? സാർ, എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് സോഷ്യോളജി ആയിരുന്നു. സോഷ്യോളജി വെച്ചിട്ടാണ് ഞാൻ 4 അറ്റംപ്റ്റ് കൊടുത്തത്. അതില് മുമ്പ് ഏതായിരുന്നു? ജിയോളജി വെച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ജിയോളജി എനിക്ക് എത്ര വർക്കൗട്ട് ആയില്ല. അതിൽ ഭയങ്കരമായിട്ട് മെമ്മറൈസ് ചെയ്യാനുണ്ട്. എത്രമാത്രം കാണാതെ പഠിക്കാനുള്ള കഴിവ് കുറച്ച് കുറവാണ്. അപ്പോൾ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കോൺസെപ്റ്റ് ബേസ്ഡ് ആണ്. സോഷ്യോളജി ആർക്കും മനസ്സിലാവുന്ന ഒരു സബ്ജക്റ്റാണ്. കാരണം നമ്മുടെ സൊസൈറ്റിയെ പറ്റിയാണല്ലോ പഠിക്കുന്നത്. അതായത് നമ്മുടെ കാസ്റ്റ്, ഫെമിനിസം. അപ്പം ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കാൻ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡി. നമ്മൾ കവലയിൽ പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നു, അതും നോൺ ജഡ്ജ്മെന്റലായിട്ട് പഠിക്കുന്നു. അതാണ് സോഷ്യോളജിയുടെ പ്രത്യേകത. സോഷ്യോളജിയുടെ ഒരു ഓവറോൾ സ്ട്രാറ്റജി, ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? സർ, സോഷ്യോളജി ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാൻ നമ്മുടെ സ്റ്റാറ്റിക് സോഴ്സസ് എല്ലാം നോക്കി, ടെക്സ്റ്റ് ബുക്സ് എല്ലാം നോക്കി, അതുകൂടാണ്ട് ക്ലാസ്സും കണ്ടിരുന്നു. പക്ഷേ എനിക്കുണ്ടായിരുന്നൊരു കീ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ study.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ സോഷ്യോളജി 101 എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതൊരു കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ സോഷ്യോളജിയിലെ ബേസിക് കോൺസെപ്റ്റ്സ് പറഞ്ഞു കൊടുക്കും. അതിപ്പം ഫെമിനിസം ആണെങ്കിലും ടൈപ്സ് ഓഫ് ഫെമിനിസം ആണെങ്കിലും, അതായത് നമ്മൾ ഒരു സബ്ജക്റ്റിനെ ലാർജർ സ്കെയിലിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ ലെവലിൽ പഠിക്കുമ്പോൾ നമ്മൾ ഭയങ്കര പെരിഫറലായിട്ട് കാര്യങ്ങൾ കണ്ടുപോകും. അതിൻ്റെ ഏറ്റവും താഴത്തെ ലെവലിൽ എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത് എന്നുള്ളത് ചിലപ്പം പറയില്ല. ഇപ്പം ഫെമിനിസം തന്നെ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫെമിനിസം വളരെ ഹേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ലൈക്ക് ചില ആൾക്കാർക്ക് ഫെമിനിസം ഒരു മോശം കാര്യമാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എൻറ്റൈറ്റി അല്ല. ഫെമിനിസത്തിനകത്ത് തന്നെ പല ബ്രാഞ്ചസ് ഉണ്ട്. ലിബറൽ ഫെമിനിസം ഉണ്ട്, കൾച്ചറൽ ഫെമിനിസം ഉണ്ട്, റാഡിക്കൽ ഫെമിനിസം ഉണ്ട്. അപ്പോൾ ഈ എതിർപ്പെല്ലാം റാഡിക്കൽ ഫെമിനിസത്തിനെതിരെയാണ് വരുന്നത്. പക്ഷേ ഈ ചാപ്പ മൊത്തം കിട്ടുന്നത് എൻറ്റയർ ഫെമിനിസത്തിനാണ്. അപ്പം ഇതുപോലുള്ള ഡീറ്റെയിൽഡ് കാര്യം, വളരെ ഫൈനർ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഈ ഒരു കോഴ്സിലൂടെ എനിക്ക് പഠിക്കാൻ പറ്റി. അത് ഞാൻ ഈവൻ എൻ്റെ എസ്സേസിലും യൂസ് ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. സോ ഇതായിരുന്നു ഞാൻ സോഷ്യോളജിയിൽ നോർമൽ ഒരു കാൻഡിഡേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി എക്സ്ട്രാ ചെയ്തത്. ഇനി എക്സാം റൈറ്റിംഗിലേക്ക് വരുവാണെങ്കിൽ, എക്സാം റൈറ്റിംഗിൽ ഞാൻ ഇപ്രാവശ്യം പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും ഞാൻ പാരഗ്രാഫിൽ മാത്രമായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. ഞാൻ പോയിന്റ് വൈസ് എഴുതത്തിലായിരുന്നു. കാരണം ഒരു സൊസൈറ്റി സബ്ജക്റ്റ് എപ്പോഴും പാരഗ്രാഫിലാണ് എഴുതേണ്ടതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്രാവശ്യം എനിക്ക് മനസ്സിലായി, ബാക്കി GS എഴുതുന്ന പോലെ തന്നെ ക്വസ്റ്റിൻ്റെ ഡിമാൻഡ് മനസ്സിലാക്കി എത്രമാത്രം എക്സാമിനർക്ക് എളുപ്പമാക്കുന്നു അത്രയും നല്ലതെന്ന് മനസ്സിലാക്കി. പാരഗ്രാഫ് ആവശ്യമുള്ളടുത്ത് പാരഗ്രാഫ് എഴുതി. ഒരു സെറ്റ് റൂൾ ഇല്ല, പക്ഷെ സ്റ്റിൽ ഞാൻ ലെജിബിലിറ്റി കൂട്ടി. ഇനി നമുക്ക് ഫൈനൽ ഇന്റർവ്യൂ സ്റ്റേജിലേക്ക് വരാം. 2 പ്രാവശ്യം ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. അതെ സാർ. ഇന്റർവ്യൂ സ്റ്റേജ് ആക്ച്വൽ UPSC ഇന്റർവ്യൂവിലെ ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസോ ക്വസ്റ്റ്യനോ ഷെയർ ചെയ്യാമോ? സാർ, ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാൻ ഇപ്പോഴത്തെ ഇന്റർവ്യൂവിൽ 1 മാസം മുന്നേ ആയിരുന്നു. അന്ന് എൻ്റെ അടുത്ത് ഇന്റർവ്യൂവർ ചോദിച്ചു,
കേരളത്തിൽ വളരെയധികം കഞ്ചാവ് കൃഷി ഉണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പം ഞാൻ പറഞ്ഞു, സാർ കഞ്ചാവ് കൃഷിക്കെതിരെ നമുക്ക് ഇന്റലിജൻസ്, ഡ്രോണൊക്കെ ഉപയോഗിച്ച് നമുക്ക് സർവേ ചെയ്യാം, ഫോറസ്റ്റ് സർവേലൻസ് കൂട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവയർനെസ് കൂട്ടുക, ഇതുപോലെ നോർമൽ ആൻസേഴ്സ് എല്ലാം പറഞ്ഞു. അതിൻ്റെ കൂടെ അവസാനം ഞാൻ പറഞ്ഞു, സാർ ആക്ച്വലി കേരളത്തിൽ അത്ര വലിയ കഞ്ചാവ് കൃഷി ഇല്ല. ഈ പറയുന്ന പോലെ ഇടുക്കി ഗോൾഡ് ഫേമസ് ആണെങ്കിലും അതിൻ്റെ കൃഷി വളരെ കുറവാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നും ഒഡീഷയിൽ നിന്നുമാണ് കൂടുതലും വരുന്നതെന്ന് പറഞ്ഞു. അവർക്കത് കേട്ടപ്പോൾ വളരെ അവർ ദേവർ സർപ്രൈസ്ഡ്. അതായിരുന്നു എൻ്റെ ഒരു ഇപ്പോൾ ഓർമ്മ വരുന്നത് സാർ. അഭിജിത്ത് 2 പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ നിന്ന് സെക്കൻഡ് ഇൻ്റർവ്യൂവിലേക്ക് വന്നപ്പോൾ ആ ഫസ്റ്റ് ഇൻ്റർവ്യൂവിലെ എന്ത് മേജർ ലേണിംഗ് ആണ് ടേക്ക് അവേ ആയിട്ട് എടുത്തത്? അതുപോലെ ഈ സെക്കൻഡ് ടൈം ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എന്താ എക്സ്ട്രാ ആയിട്ട് ചെയ്തത്? സാർ, എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് ആദ്യത്തെ 10 ദിവസത്തിൽ തന്നെ ഇൻ്റർവ്യൂ കിട്ടി. അതായത് റിസൾട്ട് വന്ന് 10-15 ദിവസത്തിൽ എനിക്ക് ഇൻ്റർവ്യൂ വന്നു. അത് എനിക്ക് ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അതുകൂടാണ്ട് ഞാൻ വളരെ ഒരു സീനിയർ പാനൽ മെമ്പറിൻ്റെ, ഐ മീൻ UPSC മെമ്പറിൻ്റെ ബോർഡിൽ പോയിരുന്നപ്പോൾ എനിക്ക് വളരെയധികം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് അവിടെ പോയിരിക്കുന്നു. അതുകൂടാണ്ട് അവർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എൻ്റെ മുഖത്ത് ആ കോൺഫിഡൻസ് ഇല്ലായ്മ ഭയങ്കരമായിട്ട് കാണാം. എനിക്ക് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു ഫേസ് ആണ്. സോ അവർക്കത് പെട്ടെന്ന് ഒരു ക്യാച്ചപ്പ് ചെയ്തെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് മാർക്ക് കുറവായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഫെയർലി കുറച്ചുകൂടെ സമയം കിട്ടി. 3 മാസത്തോളം പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിതിൻ സാറ് തന്നെയാണ് എനിക്ക് ഇൻ്റർവ്യൂ മെൻറ്റർഷിപ്പ് ചെയ്തത്. അപ്പോൾ സാറ് ലൈക്ക് എക്സ്റ്റെൻസീവ്ലി എൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ട്. അതായത് ഇൻ്റർവ്യൂവിന് തൊട്ട് മുന്നേ ഉള്ളൊരു 20 ദിവസവും 10 ദിവസം എല്ലാ ദിവസവും ഇടവിടാതെ എല്ലാ ദിവസവും ഇരുന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ബ്രെയിൻ സ്റ്റോം ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അതുകൂടാണ്ട് എനിക്ക് മേജർ ഒരു ലേണിംഗ് ഇപ്രാവശ്യം ഞാൻ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ, ഇഗ്നോറൻസ് ഇസ് നോട്ട് എ ക്രൈം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് എനിക്കുണ്ടായിരുന്നു. അതായത് അവർ പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് ചോദിക്കാം. ഈ ലോകത്തിന്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് ഗ്രേസ്ഫുള്ളി ഒരു സാധനത്തിന് ഐ ഡോണ്ട് നോ എന്ന് പറയാം. ഒരു ഒപ്പീനിയൻ ബേസ്ഡ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ആൻസർ കൊടുത്തിരിക്കണം, കാരണം നമ്മൾ ചിന്തിച്ചതിന് ഒരു ഉത്തരം പറയണം. പക്ഷെ ഒരു ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യന് നമുക്ക് വേണമെങ്കിൽ അറിയാതെ ഇരിക്കാം. അത് ഗ്രേസ്ഫുള്ളി ഇങ്ങനെ പല രീതിയിൽ ഐ ഡോണ്ട് നോ എന്ന് പറയാം എന്നുള്ളത് ഞാൻ പഠിച്ചു ഇപ്രാവശ്യം. കമ്മിങ് ടു ദ ഫൈനൽ ക്വസ്റ്റ്യൻ, റൈറ്റ്, ഇപ്പോൾ ഒരു UPSC പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു ബിഗിനർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? സാർ, ഞാനിപ്പം എന്നെ തന്നെ ഒരു UPSC വെറ്ററനായിട്ടാണ് കാണുന്നത്, കാരണം 6 അറ്റംപ്റ്റ് ആയല്ലോ. പക്ഷേ ഞാൻ കുറച്ചധികം പിറ്റ്ഫോൾസ് കണ്ടിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നതെന്ന് എനിക്ക് വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ട്. ബീറ്റ് പ്രിലിംസ്, മെയിൻസ് ഓർ ഇന്റർവ്യൂ. അപ്പോൾ ഇതൊരു ഗെയിം പോലെയാണ്. നമുക്ക് ഇപ്പം ഞാൻ ഗെയിമിൻ്റെ എല്ലാ സ്റ്റേജസും കളിച്ചു കഴിഞ്ഞു. അപ്പോൾ പക്ഷേ നമ്മൾ ഈ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് തെറ്റെന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ താമസിക്കരുത്. അതിനുള്ള നമ്മുടെ ആ തെറ്റ് തിരുത്താനുള്ള അമെൻമെന്റ് നമ്മൾ ചെയ്തിരിക്കണം. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ മെയിൻസിൻ്റെ ആൻസർ റൈറ്റിംഗ് ഫീഡ്ബാക്ക് എടുക്കാത്തതാണ്. അത് ഞാൻ കുറച്ചുകൂടെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നതെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. സോ നമ്മൾ ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുക. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്താണ് ഹാപ്പനിങ് എന്നുള്ളത്. സോ ബാക്കിയുള്ളവരോട് ചോദിക്കുക, സീക്ക് ഔട്ട് ഫോർ ഹെൽപ്പ്. അപ്പോൾ നമുക്ക് എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ കൂടെ കാണും. അപ്പം എന്നിട്ട് ആ അമെൻമെന്റ്സ് സമയത്ത് വരുത്തുക. പിന്നെ നിങ്ങൾ റെസിലിയൻറ്റും ആണെങ്കിൽ എന്തായാലും ലൈക്ക് വളരെ സക്സസ് പെർസെൻറ്റേജ് കുറവുള്ളൊരു എക്സാമാണ്. പക്ഷെ സ്റ്റിൽ അത് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു അഭിജിത്ത്. താങ്ക് യു സോ മച്ച്. വെരി ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ. ഒത്തിരി പെർസ്പെക്റ്റീവ്സ് കിട്ടി. താങ്ക്സ് ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച് സർ.